സെൽഫ് ലവ് ഈസ് ദ ബെസ്റ്റ് ലവ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് സ്കിൻ കെയർ ആയാലോ എന്ന്. പക്ഷേ സത്യത്തിൽ സ്കിൻ കെയർ എനിക്കിഷ്ടമല്ല. വൈ? ബിക്കോസ് ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ അത് ചെയ്യാൻ തോന്നി. നിങ്ങളിപ്പോ പറയും ഞാൻ ഭയങ്കര ലക്ഷൂറിയസ് ആണ്, സിറോ ഒക്കെ ഉപയോഗിക്കുന്നത്. വെറും വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് മഞ്ഞളും വേറൊരു സാധനം കൂടി ഇട്ടുണ്ടാക്കിയ വെറും ലുക്കയുടെ സെറ്റപ്പ് സാധനമാണ്. മോയ്സ്ചറൈസർ വാങ്ങാൻ കാശില്ലാത്തവർക്ക് ഏറ്റവും നല്ലൊരു വഴിയാണ് എണ്ണ ഇട്ട് മോയ്സ്ചറൈസർ ആക്കുക എന്നുള്ളത്. ഇന്ന് സ്കിൻ കെയർ ആണെങ്കിൽ നാളെ ഫിറ്റ്നസ് ആണ്. നാളെ തൊട്ട് ഞാൻ ഓടാൻ പോകും. ഇതിപ്പോ എടുത്ത തീരുമാനമാണ്. നാളെ രാവിലെ എഴുന്നേറ്റാൽ ഓടാൻ പോവാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഇത് കഴുകി കളയാം. ഇനി നമുക്ക് ഭൂതമാകാം. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ എന്റെ കൂട്ട് വട്ടത്തരം കാണിച്ച് ഓയിലിട്ട് മോയ്സ്ചറൈസ് ആക്കിയതിന് ശേഷം വെറുതെ അങ്ങ് പോവരുത്. മുൾട്ടാണി വെട്ടിയിട്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. ഫേസ് വാഷ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. എന്തിട്ടാലും പിറ്റേ ദിവസം ഒരു 10 കുരുമുഖത്ത് വരും. അതിനെയൊക്കെ മാറ്റി തിരിച്ചു കൊണ്ടുവരുന്നത് എന്റെ മുൾട്ടാണി വെട്ടിക്കൊണ്ടാണ്. പക്ഷെ അതിനും കുറഞ്ഞത് ഒരു 10 ദിവസം എടുക്കും. ഒറ്റ ദിവസം കൊണ്ട് വന്ന കുരു 10 ദിവസം കൊണ്ടേ തിരിച്ചു പോകത്തുള്ളൂ. എന്താ അല്ലേ? സ്ട്രെസ് കാരണം മുട്ടയായി തുടങ്ങിയോ എന്ന് സംശയമുള്ളപ്പോൾ മാത്രം ഞാൻ കുറച്ച് ഹെയർ കെയർ ചെയ്യും. ഹെയർ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഹെയർ ആണ് ഹെയർ. എണ്ണയൊന്നും തേച്ചില്ലെങ്കിൽ പോലും എന്റെ തലമുടിയിൽ നിന്ന് 1 കിലോ എണ്ണ കിട്ടും. ലാഭമായില്ലേ? ശരിക്കും ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഞാൻ ഹെൽത്തി ഫുഡ് കഴിച്ചു തുടങ്ങണം. ഫുഡ് കൺട്രോൾ ചെയ്യണം. അതും ചെയ്യാം. അപ്പം നന്ദി. വീണ്ടും വരിക.